Hi, welcome back. It's me from Ritseju. ഒരുപാട് നാളത്തിന് ശേഷമാണ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം ചാനലിലൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് അഗെയിൻ ഇറ്റ്സ് മീ ഫ്രം Ritseju. ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ള കാരണം തന്നെ സ്റ്റുഡൻസിൻ്റെയും വ്യൂവേഴ്സിൻ്റെയും സബ്സ്ക്രൈബേഴ്സിൻ്റെയും കണ്ടിന്യൂസ് റിക്വസ്റ്റ് പ്രകാരമാണ്. അതായത് 5th സെമസ്റ്റർ UG ഡിഗ്രി എക്സാം February 17 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ 5th സെമസ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ 3 പ്രോബ്ലം പേപ്പറാണ് പഠിക്കാനുള്ളത്. BComന് കോസ്റ്റ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അറ്റ് ദ സെയിം ടൈം ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ ഈ ഒരു കോവിഡ് സീസണിൽ ഓൺലൈൻ വിദ്യാഭ്യാസമായിരുന്നു 5th സെം കംപ്ലീറ്റും. അപ്പോൾ ഈ പ്രോബ്ലം പേപ്പർ റിക്കവർ ചെയ്യാൻ സ്റ്റുഡൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓൺലൈൻ ക്ലാസ് അവരെത്രത്തോളം അവർ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനുള്ള കാരണം. അപ്പോൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പോസിബിൾ ക്വസ്റ്റ്യൻസ് ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 5th സെമസ്റ്റർ BCom ഡിഗ്രി എക്സാമിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് ഇതാണ് ഫസ്റ്റത്തെ യൂണിവേഴ്സിറ്റി എക്സാം. 3 പ്രോബ്ലം പേപ്പറാണ് കാര്യമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ ഡീൽ ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരമുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പം എന്തായാലും ഈ പറയുന്ന ഞാൻ ഇവിടെ ഒരു 10, 16, 17 ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തിയറിയും പ്രോബ്ലം എല്ലാം ഇൻക്ലൂഡാണ്. അതിൻ്റെ ആൻസേഴ്സ് ഞാനങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ആൻസേഴ്സ് പറയുമ്പോൾ വീഡിയോ കുറച്ച് ലെങ്തായി പോകും. പിന്നെ അതിന് പറ്റിയൊരവസ്ഥയിലല്ല ഉള്ളത്. അതുകൊണ്ടാണ്. സോ ക്വസ്റ്റ്യൻസാണ് കാര്യമായിട്ട് വേണ്ടതെന്നാണ് റിക്വസ്റ്റ് കിട്ടിയത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്മിങ് അണ്ടർ കോസ്റ്റ് അക്കൗണ്ടിങ്. വാട്ട് ഈസ് പ്രൈം കോസ്റ്റ്? എല്ലാവർക്കും അറിയുന്ന ആൻസറാണ്. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫസ്റ്റ് പൊസിഷനാണ്, ഫസ്റ്റ് ഭാഗത്തിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഡയറക്റ്റ് വേജസ്. സോ പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ അറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ബിസിനസ് ഇൻ എ ജനറൽ വേ. ദറ്റ് ഈസ് ഇറ്റ് ടെൽസ് അബൌട്ട് വെദർ ദ ബിസിനസ് ഏൺസ് പ്രോഫിറ്റ് ഓർ ലോസ്. Whereas cost accounting provides information to the management for proper planning, operation control and decision making. Cost related information to the management. Then financial accounting accounts are kept to meet the requirements of the Companies Act and Income Tax Act, and it is compulsory, whereas cost accounts are kept voluntarily to meet the requirements of the management. But now some companies had made it obligatory to keep the records in the case of cost accounting also. Some manufacturing companies made it obligatory to prepare cost accounting records. The next difference, financial account reports operating results and financial position usually at the end of the accounting year, whereas cost accounting gives information through cost reports to the management as and when we require it. Then financial accounts are the accounts of whole business, whereas cost accounting discloses the profit or loss of each product, service, job, etc. The next main difference, financial accounts are concerned with external transaction, whereas cost accounts are concerned with internal transaction. The next, financial accounts relate to commercial transactions of the business, whereas cost accounts relate to the transaction connected with the manufacture of goods and services. Then financial accounts deal mainly with actual facts and figures, whereas cost accounts deal partly with facts and partly with estimates. Then in the case of financial accounting, stocks are valued at cost price or market price, whichever is less, whereas in the case of cost accounting, stocks are valued at only cost price.
Then in the case of financial accounting, only monetary transactions are used, whereas in the case of cost accounting, non-monetary information like units is also deal with in the case of cost accounting. So these are the major differences between cost accounting and financial accounting. ഞാൻ എല്ലാത്തിൻ്റെ ആൻസർ അങ്ങനെ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, എന്നിരുന്നാലും പറ്റുന്നതൊക്കെ പറയാം. The next question, what is cost center and cost unit with example? Cost center is a department or a location or an item for which cost may be ascertained and used for the purpose of cost control. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ അതുപോലെ നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റൂം അല്ലെങ്കിൽ ഒരു മിഷനറി പോലെയുള്ളതായിട്ടാണ് കോസ്റ്റ് സെൻറ്ററിൽ പറയുന്നത്. ദെൻ കോസ്റ്റ് യൂണിറ്റ് ഇസ് ആൻ യൂണിറ്റ് ഓഫ് item or an equipment for which cost may be ascertained and also used for the purpose of cost control. So cost center ആയാലും കോസ്റ്റ് യൂണിറ്റ് ആയാലും 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ സെൻട്രലൈസ്ഡ് പർച്ചേസിങ്? ജസ്റ്റ് അതിൻ്റെ പേര് കൊണ്ടുള്ള മീനിങ് മാത്രം തരാം. നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ് പർച്ചേസ് ചെയ്യുന്നത് പൊതുവേ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഇതെല്ലാം കൂടി ഒരു സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചിട്ട് അവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് പർച്ചേസ് പ്രൊസീജിയറാണ്. അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് പർച്ചേസ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട്. അതിലൊന്ന് റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ, ദെൻ എക്സ്പ്ലോറിങ് ദ സോഴ്സ് ഓഫ് സപ്ലൈ, ദെൻ പ്ലേസിങ് പർച്ചേസ് ഓർഡർ, ദെൻ റിസീവിങ് ആൻഡ് ഇൻസ്പെക്ടിങ് ദ മെറ്റീരിയൽ, ചെക്കിങ് ആൻഡ് പാസിങ് ദ ബിൽസ് ഫോർ പേയ്മെൻറ്റ്. So these are the some of the steps in the purchase procedure. Then next, explain the methods or techniques of inventory control. It's very important. Inventory control methods. There are mainly 3 methods. They are perpetual inventory system, ABC analysis, VED analysis, etc. A perpetual inventory system എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ കൺട്രോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് റിഫ്ലെക്ട്സ് ദ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ദെയർ കറണ്ട് ബാലൻസസ്. ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ദെയർ കറണ്ട് ബാലൻസ്. മെയിൻലി ദിസ് റെക്കോർഡ്സ് കണ്ടെയ്ൻസ് ദ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് and their current balance, and this for this purpose bin card and stores ledger are prepared for knowing the physical movement of goods and their current balances. Bin card and stores ledger are the records which is used under perpetual inventory system. In the case of bin card and stores ledger, receipts, issue and balance of materials are recorded. So this system also include the continuous stock taking. And also perpetual inventory system helps in physical verification of stock. ഒരു സ്റ്റോക്കിൻ്റെ എത്ര നമ്മൾ പർച്ചേസ് ചെയ്തു, ആ പർച്ചേസ് ചെയ്ത സ്റ്റോക്ക് നമ്മൾ എത്രമാത്രം ഇഷ്യൂ ചെയ്തു, ദെൻ ബാക്കി നമ്മളെ കയ്യിൽ ഏത് സ്റ്റോക്കാണ് ബാലൻസ് ഉള്ളത്, അതിൻ്റെ പ്രൈസ് എത്രയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്ന സ്റ്റോഴ്സ് റെക്കോർഡാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. ദെൻ അറ്റ് ദ സെയിം ടൈം ബിൻ കാർഡ് ആൻഡ് സ്റ്റോഴ്സ് ലെഡ്ജർ ആണ് ഈ പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റോക്ക് കൺട്രോൾ മെത്തേഡ്സിൽ പറയുന്നതാണ് ABC അനാലിസിസ്. ഓൾവേസ് ബെറ്റർ കൺട്രോൾ ആണ് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം. ഇവിടെ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ മെറ്റീരിയൽസിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഐറ്റംസ് ഫോളിങ് അണ്ടർ ഫസ്റ്റ് കാറ്റഗറി ആർ ട്രീറ്റഡ് ആസ് എ ഐറ്റം. എ ഐറ്റം എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ദിസ് ഐറ്റം ഈസ് വെരി ഹൈ. നല്ല വാല്യൂ ഉള്ള മെറ്റീരിയലാണ് എ ഐറ്റത്തിൽ വരുന്നത്. ബട്ട് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് എ സ്മോളർ പോർഷൻ ഓഫ് ടോട്ടൽ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ നല്ല വിലയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഓരോ സ്ഥാപനത്തിലും മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിലും കുറച്ച് മാത്രമേ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുകയുള്ളൂ. അതിൻ്റെ പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് എ കാറ്റഗറിയിൽ വരുന്നത്. ദെൻ സെക്കൻഡ് കാറ്റഗറിയിൽ ബി ഐറ്റത്തിൽ വരുന്നത് വിച്ച് റെപ്രസെൻറ്റ്സ് ദ പെർസെൻറ്റേജ് നമ്പർ ഓഫ് ഐറ്റംസ് ദറ്റ് ഈസ് മോർ ഓർ ലെസ് ഈക്വൽ ടു ദെയർ വാല്യൂ ഓഫ് കൺസംഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ദെൻ മൂന്നാമത്തെ കാറ്റഗറി, തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് സി ഐറ്റം വിച്ച് റെപ്രസെൻറ്റ് ലാർജർ നമ്പർ ഓഫ് ഐറ്റംസ് ബട്ട് ദർ വാല്യൂ ഇസ് കമ്പാരിറ്റീവ്ലി ലോ. അതായത് എ ഐറ്റത്തിൻ്റെയും ബി ഐറ്റത്തിൻ്റെയും കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ നല്ലോണം കുറവായ മെറ്റീരിയലാണ് സി ഐറ്റം. അതുകൊണ്ട് തന്നെ വാല്യൂ കുറവായതുകൊണ്ട് തന്നെ എല്ലാ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനും അത്തരത്തിലുള്ള മെറ്റീരിയൽ ഒരുപാട് ബൾക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനാലിസിസിനെയാണ് നമ്മൾ ABC മെറ്റീരിയൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റോക്ക് കൺട്രോൾ അക്കോർഡിംഗ് ടു വാല്യൂ മെത്തേഡ് ഓർ പ്രൊപ്പോർഷണൽ വാല്യൂ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ABC 3 സെക്ഷനായിട്ട് മെറ്റീരിയലിൻ്റെ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെറ്റീരിയലിനെ തരംതിരിച്ച് കൺട്രോൾ ചെയ്യുന്ന തരം ഒരു സ്റ്റോക്ക് കൺട്രോൾ മെത്തേഡ്സാണ് ABC അനാലിസിസ്. ദെൻ പിന്നെ വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ സെക്ഷനാണ് VED അനാലിസിസ്. അപ്പോൾ കൺട്രോളിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുന്ന സമയത്ത് എ ഗ്രൂപ്പ് അക്കൗണ്ട്സ് ഫോർ ഹയർ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് വൈൽ ലെസ് കൺട്രോൾ ഈസ് ആഡിക്വേറ്റ് ഫോർ കാറ്റഗറി B ആൻഡ് വെരി ലിറ്റിൽ കൺട്രോൾ ഈസ് ആഡിക്വേറ്റ് ഫോർ സി ഐറ്റം. അപ്പോൾ ഏറ്റവും കൂടുതൽ കൺട്രോൾ എൻഷുർ ചെയ്യേണ്ടത് എ കാറ്റഗറിക്ക്, കാരണം അതിൻ്റെ വാല്യൂ കൂടുതലാണ്. പിന്നെ അതുമാത്രമല്ല നമ്മൾ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ചെയ്യുന്നുള്ളൂ. ദെൻ B കാറ്റഗറി എന്ന് പറയുമ്പം എനെ കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ കുറച്ചും കൂടി കുറവാണ്. അപ്പോൾ അതിന് കുറച്ച് കൺട്രോൾ മതി. സി കാറ്റഗറി എന്ന് പറയുമ്പോൾ വാല്യൂ നല്ലോണം കുറവാണ്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ നല്ലോണം കുറഞ്ഞാലും കുഴപ്പമില്ല. അതാണ് കൺട്രോളിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ 3 കാറ്റഗറി ഓഫ് മെറ്റീരിയലിൻ്റെത്. ദെൻ നെക്സ്റ്റ് ആണ് VED, വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ എന്നാണ് VEDൻ്റെ എക്സ്പാൻഡഡ് ഫോം. ഇവിടെയും നമ്മൾ മെറ്റീരിയലിനെ ഈ ടൈപ്പ് അനാലിസിസ് നമ്മൾ സ്പെയർ പാർട്സ് കൺട്രോളിലാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺട്രോൾ ഓഫ് സ്പെയർ പാർട്സ്. The spare parts can be divided into 3 categories, namely vital, essential and desirable on the basis of the importance to production. Production department എത്രത്തോളം ആ മെറ്റീരിയലിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. The spares, the stock out of which even for a short time will stop production for quite some time and where the cost of stock out is very high, which are known as vital spares. അപ്പോൾ vital sparesൽ വരുന്ന ഐറ്റത് അത് വെരി എസെൻഷ്യലാണ്. പിന്നെ അത് ഇല്ലാതിരുന്നാൽ നമ്മൾ പ്രൊഡക്ഷൻ തന്നെ സ്റ്റോപ്പ് ആക്കേണ്ടി വരും. അപ്പോൾ അതിന് കുറച്ചും കൂടിയും കൺട്രോൾ അത്യാവശ്യ മെറ്റീരിയലാണ്. അതാണ് വൈറ്റൽ ഗ്രൂപ്പിൽ വരുന്നത്. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നതാണ് എസെൻഷ്യൽ ഗ്രൂപ്പ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പെയർസ് ദ ആബ്സെൻസ് ഓഫ് വിച്ച് കനോട്ട് ബി ടോളറേറ്റഡ് ഫോർ മോർ ദാൻ എ ഫ്യൂ അവേഴ്സ് ഓർ എ ഡേ ആൻഡ് ദ കോസ്റ്റ് ഓഫ് ലോസ്റ്റ് പ്രൊഡക്ഷൻ ഈസ് ഹൈ. എസെൻഷ്യൽ ഗ്രൂപ്പിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആബ്സെൻസ് നമ്മൾക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു കുറച്ച് മണിക്കൂറിൽ കൂടുതൽ വരെ നമുക്ക് എന്താക്കാൻ പറ്റൂല, ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല. അത്തരത്തിലുള്ള മെറ്റീരിയലാണ് എസെൻഷ്യൽ മെറ്റീരിയൽ ഗ്രൂപ്പിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറിയാണ് ഡിസൈറബിൾ ഗ്രൂപ്പ്. ഡിസൈറബിൾ ആർ ദോസ് സ്പെയർസ് വിച്ച് ആർ നീഡഡ് ബട്ട് ദ ആബ്സെൻസ് ഫോർ ഈവൻ എ വീക്ക്. അതായത് നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യമുള്ളത് തന്നെയാണ്, പക്ഷേ അതില്ലെങ്കിൽ നമുക്കൊരു വീക്ക് വരെ പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റും. ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷനെ ഒന്നും അത് ബാധിക്കില്ല. പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ആക്കേണ്ടി വരുന്ന ആവശ്യമൊന്നുമില്ല. അതാണ് ഡിസൈറബിൾ ഗ്രൂപ്പിൽ. അപ്പം വൈറ്റൽ എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി എസെൻഷ്യൽ ആണ്. അതിൻ്റെ ആബ്സെൻസ് നമുക്ക് ഒരു മൊമെൻറ്റ് പോലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പം തന്നെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ വൈറ്റലിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടി ഒരു ഡിഗ്രി കുറഞ്ഞതാണ്, പക്ഷേ അതിൻ്റെ ആബ്സെൻസ് നമുക്ക് ഒരു കുറച്ച് മണിക്കൂർ വരെ നമുക്ക് പിടിച്ചു വെക്കാം. പിന്നെ അതിൽ കൂടുതൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നേരെ മറിച്ച് ലാസ്റ്റ് കാറ്റഗറി ഡിസൈറബിൾ കാറ്റഗറിയിൽ വരുന്നത് അതിൻ്റെ ആബ്സെൻസ് നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച വരെ നോക്കാം, പിന്നെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് എത്രത്തോളമാണ് ഇങ്ങനെയുള്ള മെറ്റീരിയലും എമർജൻസി ആയിട്ട് വരുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് VED അനാലിസിസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺട്രോളിങ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതാണ് മൂന്നാമത്തെ VED അനാലിസിസിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള സ്റ്റോക്ക് കൺട്രോൾ മെത്തേഡ്സ്. പിന്നെ വരുന്നത് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ EOQ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, √2CO/I. ദെൻ അതുപോലെ മെയിനായിട്ട് ചോദിക്കുന്ന പ്രോബ്ലമാണ് സ്റ്റോക്ക് ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, മാക്സിമം ലെവൽ, ഡേഞ്ചർ ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ്. അത് ഡയറക്റ്റ് ഫോർമുല പഠിച്ചാൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരം പ്രോബ്ലംസാണ്. ദെൻ പിന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസാണ് FIFO, LIFO ആൻഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽ ഫസ്റ്റ്
ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽ ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. ലിഫോ മെത്തേഡ്, പിന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ രാവിലെ വന്ന് അയാൾ രാത്രി ഈവനിങ് അയാൾ ഇറങ്ങുന്നത് വരെയുള്ള മൊത്തത്തിലെ ടൈം റെക്കോർഡ് ചെയ്യുന്നതാണ് ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. വേറെ ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഓരോ ജോബിനും ഓരോ എംപ്ലോയി എടുക്കുന്ന ടൈമാണ് ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ. അത് റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇപ്പോൾ ഒരു 2-3 ജോബ് അയാൾക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ജോബിന് അയാൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, സെക്കൻഡ് ജോബിന് അയാൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, സാലറി പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. വേറാസ് മറ്റ് ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ വരുന്നത് കോസ്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ലേബർ ഒഴിഞ്ഞു പോകുന്നതിനുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻസാണ് ഐഡിയൽ ടൈം. ഐഡിയൽ ടൈം എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ ആ ടൈമിന് നമ്മൾക്ക് പിന്നെ എന്തുണ്ടാവില്ല, ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ആ ടൈമിൽ പ്രൊഡക്ഷനൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മളെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, വർക്കേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നമുക്ക് ആ ടൈമിന് കൂലി കിട്ടുന്നതുമാണ്. അതാണ് ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ. So idle time is that time for which the employer pays but from which he obtains no production. എംപ്ലോയർ അതിന് കൂലി കൊടുക്കണം, പക്ഷേ നമ്മൾക്ക് ആ ടൈമിന് എന്തില്ല, പ്രൊഡക്ഷൻ റിസീവ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സ്പെല്ലിങ് ഇഡ്ലി എന്നുള്ള സ്പെല്ലിംഗ് ആണ്, IDLE, പക്ഷേ നമ്മൾ പ്രൊണൗൺസ് ചെയ്യൽ ഐഡിയൽ ടൈം എന്നാണ്. അതിൻ്റെ കോസസും നോർമൽ ഐഡിയൽ ടൈം, അബ്നോർമൽ ഐഡിയൽ ടൈം, ടൈപ്സ് ഓഫ് ഐഡിയൽ ടൈമിൽ നോർമൽ, അബ്നോർമൽ ഇതൊക്കെയുണ്ട്. Then what are the methods of incentive wage plans? അതും ചോദിക്കാൻ സാധ്യതയുള്ള, തിയറി ആയാലും പ്രോബ്ലം ആയാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഹാൾസേ പ്ലാൻ, റോവൻ പ്ലാൻ. അത് ടൈം സേവ് ചെയ്യേണ്ട അടിസ്ഥാനത്തിലുള്ള ബോണസ് കൊടുക്കുന്ന സിസ്റ്റമാണ്. T/R + 50% ഓഫ് S-T/R ആണ് ഹോൾസേ പ്ലാനിൽ. അതായത് സ്റ്റാൻഡേർഡ് ടൈമെന്നും ആക്ച്വൽ ടൈം, സ്റ്റാൻഡേർഡ് ഒരു ജോബിന് ഇത്രയുണ്ട് സ്റ്റാൻഡേർഡ് ടൈം. നമ്മൾ ഒരു വർക്കർ ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈമാണോ ആക്ച്വൽ ടൈം എടുത്തത്, അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ടൈമെന്ന് ആക്ച്വൽ ടൈം മൈനസ് ചെയ്തതിനാൽ ആ ഡിഫറൻസ് ആണ് ടൈം സേവ്ഡ്. ആ ടൈം സേവ്ഡിൻ്റെ മേലെ 50% ബോണസ് കിട്ടുന്നതാണ് ഹോൾസേ പ്ലാൻ. റോവൻ പ്ലാൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ആക്ച്വൽ ടൈമും കമ്പയർ ചെയ്തിട്ട് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ചെറിയൊരു ഡിഫറൻസിൻ്റെ ഫോർമുലയിൽ റോവൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ T/R + S-T ഡിവൈഡഡ് ബൈ S/T/R, S-T ഡിവൈഡഡ് ബൈ S/T/R, അതാണ് റോവൻ പ്ലാന്. പിന്നെ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഇത് പ്രോബ്ലം ആയാലും തിയറി ആയാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ദെൻ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള വാട്ട് ഈസ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ്, ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. മൊത്തത്തിലുള്ള ഓവർഹെഡ് എക്സ്പെൻസിന് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ കോസ്റ്റ് സെൻറ്ററിലേക്കോ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ. വേറെ അപ്പോർഷൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഓരോ സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇതിന് മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ MHR, മെഷീൻ അവർ റേറ്റ്, അതുപോലെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. അതായത് പ്രൊഡക്ഷൻ എക്സ്പെൻസിനെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസിനെ എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോർഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്, ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, അങ്ങനെയുള്ള പല മെത്തേഡ്സൊക്കെ ഉണ്ട്. അതും പ്രോബ്ലമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഇതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിൽ വരുന്നത്. പിന്നെ ആ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് തന്നെ മെയിനായിട്ട് 2 മെത്തേഡ്സ് പ്രോബ്ലം ചോദിക്കാറുണ്ട്. പ്രോബ്ലംസ് റിലേറ്റഡ് ടു പ്രോസസ് കോസ്റ്റിംഗ് ആൻഡ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ ഒന്നും പ്രോബ്ലം അങ്ങനെ ചോദിക്കാറില്ല. വേറെ പ്രോസസ് കോസ്റ്റിംഗ് ആൻഡ് കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ വരുന്ന വേറൊരായിട്ടാണ് വാട്ട് ഈസ് എസ്കലേഷൻ ക്ലോസ് ആൻഡ് റിട്ടൻഷൻ മണി. ഇതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള തിയറി ക്വസ്റ്റ്യനാണ്. പിന്നെ വാട്ട് ആർ ജോയിൻറ്റ് പ്രോഡക്ട്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ്, അതും ചോദിക്കാറുണ്ട്. ഇതൊക്കെ വരുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിലാണ് വരുന്നത്. പിന്നെ വാട്ട് ഈസ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ്, അതും 1 മാർക്കിന് ചോദിക്കാറുണ്ട്.
പിന്നെ മിക്കവാറും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയുള്ള ഹാഫ് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. വിച്ച് മെത്തേഡ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് വെൻ ദ പ്രൈസ് ഓഫ് മെറ്റീരിയൽ ഈസ് ഫോളിങ്, ഓർ വിച്ച് മെത്തേഡ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് വെൻ ദ പ്രൈസ് ഓഫ് മെറ്റീരിയൽ ഈസ് ഇൻക്രീസിങ്. ഈ ടൈപ്പ്. അപ്പം മെറ്റീരിയലിൻ്റെ പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ താണുകൊണ്ടിരിക്കുമ്പം കുറഞ്ഞുകൊണ്ടിരിക്കും, മാർക്കറ്റിൽ മെറ്റീരിയലിൻ്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് FIFO മെത്തേഡ്. FIFO. ഓർമ്മിക്കുക, മെറ്റീരിയലിൻ്റെ പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ ഫോളിങ് എഫ്. ഏത് മെത്തേഡാണ്? FIFO മെത്തേഡ്. FIF. ഓക്കെ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അതായത് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് മെറ്റീരിയലിൻ്റെ പ്രൈസ് കുറയുന്ന കാണുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് FIFO മെത്തേഡ്. മാർക്കറ്റിൽ മെറ്റീരിയലിൻ്റെ പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡാണ് LIFO മെത്തേഡ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് തിയറിയും പ്രോബ്ലവും എക്സാമിന് വരാൻ പോകുന്ന 5th സെമസ്റ്റർ കണ്ണൂർ യൂണിവേഴ്സിറ്റി BCom ഡിഗ്രി ക്വസ്റ്റ്യൻ അക്കൗണ്ടിങ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് ഓൺലി. ഐ എം നോട്ട് ഷുവർ അബൌട്ട് the questions. According to my experience, these are some of the possible questions. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. ഈ പ്രോബ്ലവും തിയറിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ കോവിഡ് കാലത്തെ പേടിയൊക്കെ നമുക്ക് മാറ്റാനും എക്സാമിന് കളർഫുള്ളായിട്ട് ഫ്ലൈയിങ് കളറായിട്ട് പുറത്തു വരാൻ പറ്റും. സോ നിങ്ങൾക്ക് all the best. Thank you.